ഹലോ ഗായ്സ്. ഹലോ ഗൈസ്. കുറച്ച് കാലമായില്ലേ നമ്മളിതിൽ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഇന്നെന്ന് പറയുമ്പോൾ 25-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഫറോക്കിൽ നിന്ന് മംഗളയിലാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്നത് എവിടേക്കാണ് പറയും? ഡൽഹി, ആഗ്ര, മുസൂരി. അപ്പോൾ ഞങ്ങൾ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് താജ്മഹൽ കാണണം എന്നുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളൊരു ഡിസംബർ മുതലേ പ്ലാൻ ചെയ്യുന്നതാണ് ഈ ഒരു ട്രിപ്പ്. ഇപ്പോഴാണ് ട്രിപ്പ് ഒന്ന് ഓൺ ആയത്. യെസ്. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് പരിപാടികളിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് പാക്ക് ചെയ്യണമെന്നൊക്കെ ഞങ്ങളൊന്ന് കാണിക്കാം. പിന്നെ നിങ്ങൾ സപ്പോർട്ടും കൂടി വേണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലോങ് വീഡിയോയും കാര്യങ്ങളും ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം. ബാക്കി വിശേഷങ്ങൾ ഞങ്ങളിങ്ങനെ വഴിയെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ബെഡിൽ. ഇതൊക്കെ എടുത്ത് ബാഗിലൊക്കെ കയറ്റണം. ഒരു 3 ജോഡി ഡ്രസ്സാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 2 ടീഷർട്ടും എടുക്കുന്നുണ്ട്. അശ്വതിൻ്റെതാണ് ഈ കാണുന്ന സാധനങ്ങൾ മൊത്തം. ഇതൊക്കെ ബാഗ് കയറ്റിയിട്ട് അലമാരയിലുള്ള മൊത്തം എടുക്കുന്നത്. ഇതൊക്കെ ബാഗ് ഒറ്റക്കിട്ട് നടക്കേണ്ടി വരുവേ. ഞാൻ ഇടൂല കേട്ടോ. ഓക്കെ, അങ്ങനെയാണ്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങളുണ്ട്. ഇതൊന്നല്ല, ഇനിയും വരാണ്ട്. കാണിക്കണ്ടോ? ഇതല്ല, ഇനിയും സാധനങ്ങൾ വരാണ്ട്. അപ്പൊ അതൊക്കെ ഇനി മേക്കപ്പ് പരിപാടികൾ കഴിഞ്ഞില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഇനി കയറ്റുള്ളൂ, ബാഗ് കയറ്റുള്ളൂ. അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഞാനും ഏട്ടനും മാത്രമാണ് പോകുന്നത്. പക്ഷെ അല്ല, ഞങ്ങളുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. ഇതോ. അപ്പോൾ അവൻ്റെ പാക്കിങ് കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അവൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ. അങ്ങനെ അവൻ്റെ പാക്കിംഗ് പുരോഗമിക്കുകയാണ് ഗൈസ്. എന്താക്കുക? പുരോഗമിക്കുക അതല്ല പറഞ്ഞേ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ്. ഞാൻ പാക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ എൻ്റെ ബാഗിനായിരിക്കും ഏറ്റവും കനം കൂടുതൽ. ഞാൻ തന്നെ പുറത്തിട്ട് ചുമക്കേണ്ടി വരും. അതെന്തായാലും വേണ്ടി വരും. അച്ഛനും അമ്മയും പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സീക്കോട്ടനും അച്ഛനും രണ്ടാളും കൂടി അതൊക്കെ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അശ്വതി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കൊണ്ടാവുള്ള അശ്വതി സ്പെഷ്യൽ വട്ടയപ്പം റെഡിയായേ. എൻ്റെ എൻട്രിയിൽ നല്ലൊരു BGM ഒക്കെ കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ആര് കേൾക്കാൻ? കുഴപ്പമില്ല, എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം. പോകുന്നതിൻ്റെ മുമ്പേ സെൽഫി, അത് നമുക്ക് മസ്റ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങളൊരു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ജേണി സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ലഗേജ് കാറിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഞങ്ങളാക്കാൻ വേണ്ടി ഞങ്ങളെ ഫ്രണ്ട് സൈത്ത് വന്നാണ്. സൈത്തേ, അങ്ങനത്തെ പറയുള്ളൂ ഞങ്ങൾ പോകാൻ പറ്റിയിട്ട്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡിൽ എത്തിട്ടോ. സെക്കൻഡ് പ്ലാറ്റ്ഫോം വരുന്നത് ഇവിടെ തന്നെയാണ്. ഇത് ചെനപ്പറമ്പിലേക്ക് പോകുന്ന ഭാഗമാണ്, അശ്വതിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കണ്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ട്രെയിൻ അല്പം ലേറ്റ് ആയിട്ടോ. അശ്വതിൻ്റെ ബാഗ് നല്ല കനുണ്ട്, അവൾ വെറുതെ സ്റ്റൈലാക്കി നടക്കുന്നതെന്നുള്ളൂ. സ്റ്റേഷനിലേക്കാണെങ്കിൽ എൻ്റെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയതിന് ശേഷമാണ് അച്ഛൻ പോയത്. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിനാട്ടോ പോകുന്നത്. അപ്പോൾ ഞാനിതാ വലതുകാലി വെച്ച് ട്രെയിനിലേക്ക് കയറിയിട്ടുണ്ട്. ടാറ്റാ, പോയി വരാട്ടോ. ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ അവളെ കോലൊക്കെ മാറിയിട്ടോ, മുടിയൊക്കെ കഴിച്ചിട്ട് പ്രയത്തിൻ്റെ വരെ നടക്കുന്നത്. ഇതാട്ടോ ഞങ്ങൾ സെക്കൻഡ് എ സിയിലാവുമ്പോൾ ഈ കട്ടണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തേർഡ് എ സിയിൽ ഇതുണ്ടാവില്ല കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും അപ്പുറ പുറത്താണ് കേട്ടോ കിട്ടിയത്. ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്നത് ട്രെയിനിൽ നിന്നാണ്, അതുകൊണ്ട് അത്യാവശ്യം നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞങ്ങൾ കൂടെ യാത്ര ചെയ്യണവരൊക്കെ കേട്ടോ. ഇവർ മഹാരാഷ്ട്രയിലുള്ള കല്യാണിലേക്കാണ്. അങ്ങനെ കണ്ണൂരൊക്കെ കഴിഞ്ഞ് അശ്വതി മുകളിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.